ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കയ്പില്ലാത്ത നല്ലൊരു പാവയ്ക്ക ഫ്രൈ ആണ്. ഇത് പാവയ്ക്ക ഫ്രൈയുമാണ്, അതോടൊപ്പം തന്നെ ഇതിനൊരു മസാലയുമുണ്ട്. ഫ്രൈ ചെയ്ത് മസാലയിലിട്ട് എടുക്കുന്നതാണ്. പ്രത്യേകമായിട്ടുള്ള മസാലയാണ് ഉപയോഗിക്കുന്നത്. ഒട്ടും കയ്പില്ലാത്തതാണ്. കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. പാവയ്ക്ക കഴിക്കാത്ത ആൾക്കാർ പോലും കഴിച്ചു പോകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഫ്രഷായിട്ടുള്ള കുറച്ച് പാവയ്ക്ക ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ പാവയ്ക്ക നമുക്കിതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരുപാട് കനം ഉണ്ടാകരുത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിനുള്ളിലെ കുരുവൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ കട്ട് ചെയ്തെടുത്ത പാവയ്ക്കയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്കയെല്ലാം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഉപ്പും കൊണ്ടിട്ട് കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഉപ്പും മഞ്ഞളോടെയും ഇട്ടതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഇതിലേക്കൊന്ന് പുരട്ടി കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഈ പാവയ്ക്കായിലേക്ക് പിടിക്കണം. അതുപോലെ നല്ലതുപോലെ കൈകൊണ്ടൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 1 മണിക്കൂർ നേരം ഇങ്ങനെ വെക്കാം. നമുക്ക് 2-3 വറ്റൽമുളക് ആവശ്യമുണ്ട്, കുറച്ച് എള്ള് ആവശ്യമുണ്ട്, കുറച്ച് ജീരകം, അതുപോലെ തന്നെ കുറച്ച് മല്ലി, അതുപോലെ തന്നെ കുറച്ച് പുളി, വാളംപുളി ആവശ്യമുണ്ട്. തേങ്ങ പൊടിയാണിത്. ഉണങ്ങിയ തേങ്ങയുടെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കറിവേപ്പില, കുറച്ച് പെരിഞ്ജീരകം, കടുക്, വെളുത്തുള്ളി, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു പാൻ അടുപ്പത്തിലേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മളെടുത്ത് വെച്ച് ചെയ്യുന്ന മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഒന്ന് ചൂടായി വരണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മല്ലിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആയി വരണം. അതുവരെയും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയും ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എള്ള്, ജീരകം, അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച വാളൻപുളി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ പൊടി, കൊപ്ര പൊടിയാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ചൂടായി വരണം. ഇതിൻ്റെ പച്ചപ്പെല്ലാം ഒന്ന് മാറി വരണം. അതുവരെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഇനിയും തവയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാവയ്ക്ക നമുക്ക് ഒന്നുകൂടെ കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് പിഴിഞ്ഞ് പാവയ്ക്കയുടെ ഉള്ളിലെ വെള്ളം കളഞ്ഞെടുക്കണം. നല്ലതുപോലെ ഇതുപോലെ ഞെക്കി പിഴിഞ്ഞ് പാവയ്ക്കയുടെ ഉള്ളിലെ വെള്ളം കളയണം. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. ഒട്ടും വെള്ളമുണ്ടാകരുത്. ഇപ്പോൾ നമ്മൾ പാവയ്ക്ക എല്ലാം പിഴിഞ്ഞെടുത്തു. പാവയ്ക്കയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണിത്. ഈ വെള്ളമാണ് നമുക്ക് കളയേണ്ടത്. അപ്പോൾ മൊത്തം പാവയ്ക്കയും നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് സാധാരണ ചെയ്യുന്ന പോലെ ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല ചെയ്യുന്നത്. ഇത് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊരു ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം, ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കണം. ആദ്യം ഈ വലിയ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് അവസാനം ചെറിയ കഷ്ണങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപോലെ എല്ലാം ഫ്രൈ ആയി കിട്ടും. ഞാനിട്ടപ്പോൾ ചെറുതും വലുതും എല്ലാം ഒരുമിച്ചാണ് ഇട്ടത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് ഫ്രൈ ചെയ്താൽ മതിയാവും. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവം മതിയാവും. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റിയെടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഫ്രൈ ആയാൽ മതിയാവും. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാവയ്ക്ക മുഴുവൻ നമ്മൾ ഫ്രൈ ആക്കി എടുത്തു. ഫ്രൈ ആക്കി വെച്ച പാവയ്ക്ക നമുക്ക് മാറ്റി വെക്കാം. പിന്നെ പാവയ്ക്ക നമ്മൾ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നു. ഇനിയും ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളുടെ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരുപാട് എണ്ണ ആവശ്യമില്ല, വളരെ കുറച്ച് എണ്ണ മതി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഒരു കാരണവശാലും ഒരുപാട് ഫ്രൈ ആക്കി കളയരുത്, അതിൻ്റെ ടേസ്റ്റ് പോവും. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാല എല്ലാം കൂടെ ഈ പാവയ്ക്കയിലേക്ക് പിടിക്കണം. അതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. വീണ്ടും ഉപ്പ് കൂടെ കുറച്ച് ചേർത്തു. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മളിതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല, വെള്ളം ആവശ്യമില്ല. ഈ മസാലയെല്ലാം പാവയ്ക്കായിലേക്ക് പുരണ്ട് കിട്ടണം. ആ മസാലയും പാവയ്ക്കായും കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഒട്ടും കയ്പില്ലാത്ത നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള പാവയ്ക്ക ഫ്രൈ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.